വയനാട്ടിലെ ദുരിത കാഴ്ചകൾ ഏതൊരാളിനെയും പോലെ തന്നെ 5 വയസ്സുകാരി ശ്രേയയുടെ മനസ്സിനെയും വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്നാലാകുന്ന ഒരു ചെറിയ സഹായം എന്നുള്ള നിലയിൽ മകൾ അമ്മയുടെ അടുത്ത് ആദ്യം ഈ സങ്കടവും പിന്നീട് സന്നദ്ധതയും പങ്കുവെക്കുകയായിരുന്നു. മോള് എന്ത് വിറ്റാ കാശ് സംഘടിപ്പിച്ചത്? എൻ്റെ കമ്മൽ വിറ്റാണ് പൈസ കൊടുത്ത്. എത്ര രൂപ കിട്ടി? 12,000 രൂപ. എങ്ങനെയാ മോളിത് ഇങ്ങനെ കമ്മൽ കൊടുക്കാവുന്നൊരു ചിന്ത വന്നത് എങ്ങനെയാ? അവരെ കണ്ടിട്ട് എനിക്ക് സങ്കടമായി. പിന്നെ എൻ്റെ അത്രയും വയസ്സുള്ള കുട്ടികളെയും കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ കമ്മൽ കൊടുക്കാൻ. അമ്മ സമ്മതിച്ചപ്പോൾ? അമ്മ സമ്മതിച്ചു. മോളൂടെ പോയി ആണോ ഇത് വിറ്റത്? കളക്ടറേറ്റിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കളക്ടറെ കാണുന്നതും കളക്ടറേറ്റിൽ വരുന്നതും ഒക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കളക്ടറിനെ കാണാൻ കളക്ടറെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് കേട്ടു. എനിക്ക് വലിയ അമ്മ കളക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇത് പറഞ്ഞു. കളക്ടർ എന്ത് പറഞ്ഞു? വലുതായിട്ട് പഠിച്ചിട്ട് നമുക്ക് കളക്ടർ ആകും. അമൃത വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ്. കൊച്ചുകുട്ടികളടക്കം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി മാറും. അല്ല, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു കരുണാഭാവം ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. സാധാരണ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ എല്ലാവരും അവനെ വിളിച്ചിട്ട് ഇതിൻ്റെ അമ്മയും കൂടെ പറഞ്ഞു ഇതുപോലെ കളക്ടറെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ ഒരു അവിടെ കമ്മൽ വിറ്റു, അതിൻ്റെ പണം ഈ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണമെന്ന് അവൾ പറഞ്ഞു. മോള് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ കളക്ടറെ വിളിച്ച് സമയം ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ് കുട്ടിയുടെ. നമ്മുടെ സമൂഹത്തിന് എല്ലാവരും ഇതൊരു മാതൃകയാക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശ്രേയമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശ്രേയമോളാണ് ഇതിന് പ്രധാനപ്പെട്ട മറുപടിയിൽ ഒന്നായി മാറുന്നത്. സികെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.